കേന്ദ്ര സർക്കാർ വിചാരിച്ചിരുന്നത് ഈ NH-66 പണി കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വമ്പൻ ഒരു പ്രചരണം നടത്താം, തങ്ങളുടെ നേട്ടമായി അവതരിപ്പിക്കാമെന്നാണ്. അതാണ് KNRCL അടക്കമുള്ള കമ്പനികളെല്ലാം കൂടെ ചേർന്നിട്ട് കോളമാക്കി മൂലക്കിട്ടേക്കണേ. ഇപ്പൊ നോക്കൂ, കൂരിയാട് ചളീന്റെ മേലെ കൊണ്ട് മണ്ണിട്ട് റോഡ് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഒരൊറ്റ മഴയത്ത് റോഡ് ഇരുന്നു പോയത്. ഇനിയിപ്പോ അവിടെ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗഡ്കരി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് കേന്ദ്രമന്ത്രികളോടും ഇവിടുത്തെയുള്ള മറ്റ് അധികാരികളോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരോടും പറയാനുള്ളത്, നിങ്ങൾ ക്രെഡിറ്റ് ഒക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കണം. അടിയന്തരമായി ഇതുപോലെ മണ്ണിട്ട് ഉയർത്തി കേരളത്തിൽ ചെയ്തിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും പൊളിച്ചിട്ട് ഉയർത്തേണ്ട ഭാഗങ്ങളെല്ലാം എത്ര കോടി ചെലവായാലും അതിലിനി അഡീഷണൽ ബഡ്ജറ്റ് വെച്ചാലും ശരി തന്നെ, അല്ലെങ്കിൽ അഡീഷണൽ പണം അനുവദിച്ചാലും ശരി തന്നെ, ഫ്ലൈ ഓവറുകളാക്കി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. ഇത് ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് നശിക്കും, മെയിൻ റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ മറിഞ്ഞു വീണ് ആൾക്കാർ ജീവാപായം സംഭവിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ കൂരിയാട് പൊളിഞ്ഞു കിടക്കുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്റെ നാട്ടില ഞാൻ അനുഭവിക്കുന്നുണ്ട്. 10-12 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കോട്ടയ്ക്കൽക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ആയാലും എത്തുന്നില്ല. അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കാണ്. കാരണം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ചിലയിടങ്ങളിൽ സർവീസ് റോഡ് വെറും 1.5 മീറ്റർ 2 മീറ്റർ കട്ടിയുള്ളൂ. അത്രേ ഉള്ളൂ സർവീസ് റോഡ്. അത്രയ്ക്ക് മോശം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മേഖലയിൽ നടന്നിട്ടുള്ളത്. വീതിയില്ല. ഒരു ടാങ്കർ ലോറിക്ക് കട്ടി കടന്നു പോകാനുള്ള ദൂരം. അതാണ് സർവീസ് റോഡ് ചില ഭാഗങ്ങൾ വീതിയുള്ളത്. അത് മാത്രമല്ല പല ഭാഗങ്ങളും ഇടിഞ്ഞ് വീഴാൻ പോകുന്നു. ഈ കട്ടകെട്ടി പൊന്തിച്ച് മണ്ണിട്ട് തോർത്ത് റോഡ് പണിഞ്ഞ എല്ലാ ഭാഗങ്ങളും ഇടിച്ചു കളഞ്ഞ് ഫ്ലൈ ഓവർ പണിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ദുരന്തം, അതായത് ഇവിടെ കാണുന്ന ഈ ട്രാഫിക് ബ്ലോക്കുകൾ ഇനി വരും വർഷങ്ങളിലെല്ലാം എല്ലായിടത്തും വരാൻ പോകണം. ഒരു കാലത്തും ഈ ഒരു ഹൈവേ ആൾക്കാർക്ക് ഉപയോഗിക്കാനും പറ്റില്ല. ദുരന്തത്തോട് ദുരന്തമായി ഇത് മാറും. എല്ലാ ഭാഗത്തും ട്രാഫിക് ബ്ലോക്കും, ആൾക്കാർക്ക് ഇങ്ങോട്ട് പോകാൻ വയ്യാത്ത രീതിയിൽ രോഗികളായാലും ആരായാലും ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ആട്ടപ്പടലം പെടാൻ പോവാണ്. ഒരു ബദൽ റോഡ് മറ്റൊരു ബദൽ റോഡ് ഇല്ലാന്ന് മനസ്സിലാക്കണം. നിലവിലുള്ള റോഡ് മേക്കപ്പ് ചെയ്തിട്ട് അതിനെ പൊളിച്ചടുക്കിയിട്ടും മണ്ണിട്ടിട്ടും കഷ്ണങ്ങളാക്കിയിട്ടും ഒക്കെയാണ് ഈ റോഡ് പണിഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ലാതെ പഴയ റോഡ് നിലനിർത്തിക്കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ പഴയ റോഡ് മുഴുവൻ ഇനിയുള്ള വർഷങ്ങളിൽ പൊളിഞ്ഞു വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പലയിടങ്ങളിലും കട്ട കെട്ടിയ ഭാഗം താഴേക്ക് ഇരുന്നിട്ടുണ്ട്. അത് പത്രവാർത്തകളായിട്ടില്ല. പക്ഷെ പൊളിഞ്ഞു വീഴുമ്പോൾ വാർത്തയാകും. തിരുവനന്തപുരം വരെയുള്ള ഭാഗം എടുക്കുമ്പോൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടോ അവിടെ മുഴുവൻ ഫ്ലൈ ഓവറുകൾ ആക്കില്ല എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ്. Different angles. Don't forget to subscribe and support this channel.